സ്നേഹ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു എന്ന് പറഞ്ഞുള്ള ചിന്തയാണ് പറഞ്ഞത്. ദൈവം ഒരു ജഡ്ജായിട്ട് മനുഷ്യനെ നോക്കുന്ന ഒരു ഭാഗമാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് നമ്മൾ കാണുന്ന 13-ാം വാക്യം തൊട്ട് താഴോട്ട് ചിന്തിക്കാം. ദൈവം ഒരു ഫിസിഷ്യനായിട്ട്, ഒരു വൈദ്യനായിട്ട് നമ്മളെ നോക്കുന്ന കാര്യം ആണ് താഴെ എഴുതിയിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ അവിടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. തുറന്ന ശവക്കുഴിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഡെഡ് ബോഡി അവിടെ കൊണ്ടിട്ടിട്ട് അത് ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ റോട്ടണായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അത് തുറക്കപ്പെട്ടാൽ അതെന്തോ ആർക്കും അതിലേക്കൂടെ പാസ് ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള ദുർഗന്ധം വമിക്കും. അതേ രീതിയിലാണ് മനുഷ്യൻ്റെ നാവ്. അവൻ്റെ നാവ്, അവൻ്റെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴി, അവിടെ വായിൽ നിന്ന് ശാപവും കയ്പും അവരുടെ വായിൽ നിറഞ്ഞിരിക്കും. മനുഷ്യൻ്റെ വർത്തമാനം ഏത് രീതിയിലാണ്, അവൻ്റെ ചിന്ത ഏത് രീതിയിലാണ്? ഇന്ന് നമുക്കറിയാം, ഡോക്ടർമാരൊക്കെ പരിശോധിക്കുന്ന സമയത്ത്, സാധാരണ ഡോക്ടേഴ്സൊക്കെ പരിശോധിക്കുമ്പോൾ അവർ ലൈറ്റൊക്കെ എടുത്തിട്ട് പനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ വാ തുറന്നിട്ട് നാക്ക് നീട്ടിയിട്ട് തൊണ്ടയിലൊക്കെ പരിശോധിക്കുന്നതാണ്, ലൈറ്റ് അടിച്ച് നോക്കിയിട്ട്. എന്താണ് കാരണം? കാരണം അതിനകത്തൂടെ ആ ഇൻഡസ്റ്റിനകത്തുള്ളതോ അല്ലെങ്കിൽ ശരീരത്തിലുള്ളതോ ആയിട്ടുള്ള ചില ഇൻഫെക്ഷൻസ്, ചില കാര്യങ്ങളൊക്കെ അവർക്ക് അതിൻ്റെ വ്യത്യാസം അനുസരിച്ച് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ചേഞ്ച്, നാവിലുള്ള ആ ചേഞ്ചസ് അനുസരിച്ച് അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. തൊണ്ട ഒരു തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. ഇത് അതുപോലെ തന്നെ അവിടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഒരു ഫിസിഷ്യനെ പോലെ ദൈവം മനുഷ്യരെ ശോധന ചെയ്യുകയാണ്. മനുഷ്യ ഹൃദയത്തിലെ ദുഷിപ്പും നാറ്റവും വെളിപ്പെടുത്തുന്ന ഒരു സദൃശ്യമാണ് തുറന്ന ശവക്കുഴി എന്ന് പറയുന്നത്. അത് നമ്മുടെ സംസാരങ്ങൾ ഒക്കെ ഏത് രീതിയിലാണ്? നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണ്. നാവ് കൊണ്ട് ചതിക്കുന്നു. സകല മ്ലേച്ഛതകളും ഒക്കെ നാവിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? അതുപോലെ സർപ്പവിഷം. ഈ സർപ്പവിഷം എന്ന് പറഞ്ഞാൽ അത് പതിയിരിക്കുന്ന ഒന്നാണ്. പാമ്പിനെ, ഈ രീതിയിലിരിക്കുന്ന പാമ്പിനെയൊക്കെ ഒന്ന് തൊട്ട് നോക്കണം. രണ്ട് കാര്യങ്ങൾ അത് ചെയ്യുന്നത്. അതൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാം അത് ചാടിക്കൊണ്ട് വരുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. ചില ആളുകൾ സൈലൻ്റ് ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് സകല സടകുടഞ്ഞെഴുന്നേറ്റ് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ പാമ്പ് വേറൊരു കാര്യം കാണിക്കുന്നത് വളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒന്നാണ്. വളവിനെ കാണിക്കുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും വളയമെന്ന്, ചില വളപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കേർവായിരിക്കുന്നവർ, പറയുന്ന പോലെ ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർ. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അവിടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഒരാളിനെ ഹർട്ട് ചെയ്യുന്നതിന് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞു. യേശുക്രിസ്തു എങ്ങനെയായിരുന്നു? യേശുവിൻ്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകളാണ് വന്നത്. കർത്താവിനെ അവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു. നമ്മുടെ വാക്കുകളൊക്കെ ദയുള്ളതാണോ, സത്യമാണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. ശാപവാക്കുകൾ പറഞ്ഞപ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ആ ഒരു രീതിയിലാവുന്നു നമ്മുടെ കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരു ഫിസിഷ്യനായിട്ട് നോക്കുമ്പോൾ ഈ രീതിയിൽ മനുഷ്യൻ പാപം ചെയ്ത് കുരുടായി, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം കുരുടായി പോയതായിട്ട് കാണും. 15 തൊട്ടുള്ള വാക്യങ്ങളിൽ അവിടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയുമുള്ള വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നു.
അവിടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും നാശവും തിന്മയുമാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ. മനുഷ്യ ചരിത്രം നോക്കിയിരിക്കുക, 6000 വർഷത്തെ ചരിത്രം നോക്കിയാൽ ഏകദേശം 280-300 വർഷം മാത്രമേ ഉള്ളൂ മനുഷ്യരെ യുദ്ധം ചെയ്യാതെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. എല്ലാ കാലങ്ങളിലും 6000 വർഷത്തെ ചരിത്രം ഉണ്ടെങ്കിൽ ഓരോ കോണിൽ, ലോകത്തിൻ്റെ ഓരോ കോണിലും യുദ്ധം നടക്കുകയാണ്. അവിടെ കാല് രക്തം ചൊരിയാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ യൂറോപ്പിലെ 1-ാം ലോകമഹായുദ്ധത്തിൽ 60 ലക്ഷം യഹൂദന്മാരെ കൊല്ലപ്പെട്ടു. അവിടെ ചോര പുഴ പോലെ ഒഴുകി. ദൈവകൽപ്പനയുടെ വഴിയിൽ ഓടേണ്ട മനുഷ്യൻ 119 സങ്കീർത്തനം 32 വാക്യത്തിൽ പറയുന്നതാണ്. ദൈവകൽപ്പനയുടെ വഴിയിൽ പോകേണ്ട മനുഷ്യൻ അന്യരുടെ ജീവൻ ഒടുക്കിക്കളവാനായിട്ട് പോകുന്നു. ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ഇത് തുടങ്ങിയത് മനുഷ്യൻ്റെ ആദ്യത്തെ മകൻ കയീൻ കൊലപാതകനായി തീർന്നപ്പം തൊട്ട് തുടങ്ങിയതാണ്. അന്ന് തൊട്ടേ തുടങ്ങിയിരിക്കുകയാണ് രക്തം ചൊരിയാനായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യൻ, പാപം ചെയ്യാനായിട്ട് ഓടുന്ന മനുഷ്യൻ. മനുഷ്യചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ 6000 വർഷത്തെ ചരിത്രം നമുക്കുണ്ടായിരുന്നല്ലോ. അതിലെല്ലാം തന്നെ എപ്പോഴും യുദ്ധം ഉണ്ട്. ഇപ്പോഴും യുദ്ധമില്ലേ? ഇപ്പോഴും നമ്മൾ യുദ്ധത്തിൻ്റെ ശ്രുതി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഹമാസ് യുദ്ധം, ഇസ്രായേലിൽ ഇറാൻ വരുന്ന യുദ്ധത്തിന്, ഇപ്പുറത്തെ വേറൊരു രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് വേണ്ടി തിരിയുന്നു, ഒരുങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാ ദിവസവും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ റവല്യൂഷൻ 1917 ഞാൻ വായിച്ച് അറിഞ്ഞ ഒരു വിവരമാണ്. 1917 ദൈവമില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞ് ഒരു പോളിസി റഷ്യ ഉണ്ടാക്കി. എന്നാൽ കമ്മ്യൂണിസം വരുന്നതിന് മുമ്പ് അവിടെ ധാരാളം ചർച്ച ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ വലിയ ഭക്തന്മാരായിരുന്നു. എന്നാൽ 1949 എന്താ സംഭവിച്ചത്? 30 മില്യൺ അവരുടെ ആളുകളെ തന്നെ അവർ കൊന്നുകളഞ്ഞു. എന്ന് വെച്ചാൽ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതെയാക്കി. അവർ പറയുന്നത് ലിക്വിഡേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇതൊക്കെ എന്താണ് കാണുന്നത്? രക്തം ചൊരിയാനായിട്ട് മനുഷ്യൻ ബന്ധപ്പെടുന്നു. ഇത് വീണ്ടും ഒരുപാട് കാണും. ഇതിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കുറേ കഴിയുമ്പോൾ വർദ്ധിച്ചു വരും. എപ്പോഴാണ്? ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഭൂമിയിൽ ദൈവം സമാധാനം എടുത്തു കളയുന്നതായിട്ട് കാണുന്നു. ഇതുവരെയും ഉണ്ടാകാത്ത കഷ്ടമൊന്നുണ്ടാവും. സകല അന്ന് അവരെ രക്തം ചൊരിയും. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സാക്ഷാൽ ക്രിസ്തുവിൻ്റെ വഴിയായ നാഥനെ ഉപേക്ഷിച്ചിട്ട് അവർ സ്വന്തം വഴികൾ നടക്കുമ്പോൾ അവിടെ നാശവും അരിഷ്ടതയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. ദുഷ്ടന് സമാധാനമില്ലെന്ന് യഹോവ അരുളി ചെയ്യും. ദുഷ്ടന് സമാധാനമില്ല. യെശയ്യാവ് 48:22 പറയുന്നതാണ്, ദുഷ്ടന് സമാധാനമില്ല. സങ്കീർത്തനം 36:1 ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, മനുഷ്യന് എല്ലാ രീതിയിലും ദൈവഭയം നഷ്ടപ്പെട്ട് ഇല്ലാതെ പോകുന്ന, ആ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു. നാശവും അരിഷ്ടതയും ധാരാളം വന്നു കയറുന്നു. മിസറി ആൻഡ് ഡിസ്ട്രക്ഷൻ. സമാധാന മാർഗം എന്താണ്? ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അവർ നീതീകരണം പ്രാപിച്ചു. ദൈവത്തോട് ഇപ്പോഴേ സമാധാനമായിരിക്കുന്നു. റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ രീതിയിലാണ് അത് പറയുന്നത്. ദൈവവുമായിട്ടുള്ള നിരപ്പ് പ്രാപിച്ചവർ സമാധാനത്തിലേക്ക് വരുന്നു. സമാധാന മാർഗം. ദൈവഭയം നഷ്ടപ്പെട്ടു പോയാൽ പാപത്തിലെ വീഴും. ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. എന്നാൽ ദൈവസ്നേഹത്തിൽ നമ്മളെ നിലനിർത്തുമ്പോൾ ആ ഭയം നമുക്കുണ്ടാവേണ്ടത് റെസ്പെക്റ്റ് വഴിയുള്ള ഭയമാണ്. അല്ല ദൈവം നമ്മളെ പീഡിപ്പിക്കും എന്നുള്ള ഭയമല്ല. ദൈവം നമ്മളെ ന്യായം വിധിച്ച് നമ്മളെ കൊന്നുകളയും എന്നുള്ള ഭയമല്ല. പേടിച്ചല്ല ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. പേടിച്ചല്ല ദൈവത്തെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടത്.
നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കണം. 18-ാം വാക്യത്തിൽ അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. മുകളിൽ പറഞ്ഞ എല്ലാ പാപത്തിൻ്റെ ഉറവിടം യഹോവയുള്ള ഭയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അതില്ലാത്തതിനകത്താണ്. സങ്കീർത്തനം 111:10 യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. യഹോവയോട് ഉള്ള ആ ഭയവും ഭക്തിയും ഇല്ലാതെ അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ലാതെ ഇരിക്കുന്നു. ദൈവഭയം നേരത്തെ പറഞ്ഞ പോലെ ദൈവസ്നേഹവും ദൈവഭയവും, ദൈവസ്നേഹത്തെക്കുറിച്ച് അങ്ങ് ഒരുപാട് പഠിപ്പിക്കലുണ്ട്. എന്നാൽ ദൈവഭയവും ആവശ്യമാണ്. ഒരു ശരിയായ പറക്കുന്ന കഴുകന് ഒരു ചിറകേ ഉള്ളെങ്കിൽ അത് വട്ടത്തിൽ കറക്കും. 2 ചിറകും ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പറക്കുന്നതായിട്ട് കാണാം. അതുപോലെ എന്താണ് അതുകൊണ്ട് ഫിയർ ഓഫ് ഗോഡ് ആൻഡ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിലുള്ള സ്നേഹവും ദൈവത്തിലുള്ള ഭയവും, ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകണം. ഭയം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു അത് പേടിച്ചുള്ളൊരു കാര്യമല്ല. ദാറ്റ് ഈസ് ദ റെവറൻസ്, ഫെയ്ത്ത്, വിശ്വാസം. അല്ലെങ്കിൽ എന്താണ് ദൈവം നമ്മളെ ശിക്ഷിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അത് വെച്ച് പേടിക്കുകയല്ല ചെയ്യേണ്ടത്. വടിയെ സ്നേഹിക്കുന്നവൻ മകനെ സ്നേഹിക്കുന്നു. ശിക്ഷണം നടത്തേണ്ട ഏറ്റവും ആവശ്യമാണ്. ഡിസിപ്ലിൻ ചെയ്യണം, ശാസന ആവശ്യമാണ്. ടേക്ക് ദ വേർഡ് ആൻഡ് ടീച്ച് ദ ബൈബിൾ. ദൈവവചനം നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ അനുസരിക്കണം. പൗലോസ് തന്നെ പറയുന്നു, ഞാൻ ഈ വടിയുമായി നിങ്ങളുടെ അരികിലേക്ക് വരണോ എന്നുള്ളത്. അതുകൊണ്ട് ഭീതിയല്ല ഇവിടെ പറയുന്നത്. ഭീതി അത് പിശാച് കൊണ്ടുവരുന്നത്, അത് നെഗറ്റീവ് ഫിയറാണ്. അതല്ല ഈ പറയുന്നത്. വല്ലാത്ത ഭയം അത് ദണ്ഡിപ്പിക്കുന്നതാണ്, അതല്ല ഈ പറയുന്നത്. ഹെൽത്തി ഫിയർ മീൻസ് റെസ്പെക്റ്റ്. ദാറ്റ് അത് നമ്മളെ അപകടത്തെക്കുറിച്ച് ബോധ്യം നമുക്ക് വരുത്തും. ദൈവം നമ്മളെല്ലാം ക്ഷമിച്ചു കളയാൻ തോന്നിയ പോലെ അങ്ങ് പോകാം എന്നുള്ള രീതിയിലല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ തിരിച്ച് റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോഴേ 19-20 വാക്യം ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിനും കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ സർവ്വലോകത്തിലും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ട അത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇവിടെ ക്ലിയറായിട്ട് പറയുന്നു, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്തെക്കുറിച്ച് പാപത്തിൻ്റെ പരിജ്ഞാനം ന്യായപ്രമാണം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എന്താണ് നമ്മളെ ഇന്ന് ശുദ്ധീകരിക്കുന്നത്, കഴുകി വെടിപ്പാക്കുന്നത് ശരിക്കും യേശുവിൻ്റെ രക്തമാണ്. ന്യായപ്രമാണം എന്താണ് അതൊരു കാണിക്കുന്നത്, നാം എത്ര മാലിന്യമുള്ളവരാണെന്നാണ് ന്യായപ്രമാണം കാണിക്കുന്നത്. നമ്മൾ പാപത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ന്യായപ്രമാണമാണ്. എത്ര പാപപങ്കുലമാണ് നമ്മുടെ ജീവിതമെന്ന് ന്യായപ്രമാണം നമ്മളെ ബോധ്യം വരുത്തുന്നു. അതുകൊണ്ട് രക്ഷമാർഗം എന്ന് പറയുന്നത് ദൈവകൃപയാണ്. അതുകൊണ്ട് കൃപയുടെ സുവിശേഷത്തിലല്ലാതെ ഇന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ എന്താണ് ന്യായപ്രമാണം ചെയ്തത്? ന്യായപ്രമാണം ചെയ്തത് ദൈവത്തിലേക്ക് മനുഷ്യനെ നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ന്യായപ്രമാണമായിരുന്നു ഇത്. ഇസ്രായേൽ മക്കളെ അതാണ് ഉദ്ദേശിച്ചത്. 3-4 വാക്യം ഞാൻ അതുമായിട്ട് ചേർന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13:31 മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടണം എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ പറ്റില്ല. അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഗലാത്യർ 2:16 എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. മനുഷ്യൻ അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ആരും തന്നെ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ് നീതി ആയിട്ട് തീരുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. വീണ്ടും 3:11 ഗലാത്യർ 3:11 പറയാണ്, ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ളത്. എഫേസ്യർ 2:8-9 പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. അവിടെയും പറയുന്നു കൃപയാലാണ് നമ്മളെ വീണ്ടെടുത്തത്. അതുകൊണ്ട് എന്തിനായിരുന്നു പിന്നെ ഈ ന്യായപ്രമാണം ദൈവം തന്നത്? ഈ ന്യായപ്രമാണം ദൈവം തന്നത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാനും നമ്മളെ ദൈവത്തിലേക്ക് നടത്താനുള്ളൊരു മുൻ പ്രമാണം പോലെയാണ് തന്നത്. യെഹെസ്കേൽ 3:17-19 വാക്യങ്ങളിലെ ഒരു യഹൂദന്മാരുടെ ഉത്തരവാദിത്വമാണ്
അവരെ ഉണർത്തിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അന്ന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ജാതികളെ ഉണർത്തിക്കുവാനായിട്ട് അതിലിങ്ങനെ എഴുതിയിരിക്കുക, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ആക്കിയിരിക്കുന്നു. നിൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് മരിക്കുകയും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയും ചെയ്താൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ദുഷ്ടനോടുകൂടെ പ്രബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേൽ ഗൃഹത്തിന് ദൈവം കൊടുത്തിരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്നത്. എന്തിനാണ്? ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ശരിയാണ്, നീ ശരിയായിട്ടുള്ള മാർഗത്തിൽ ജീവിക്കണം, തെറ്റായിട്ടുള്ള മാർഗത്തിൽ ജീവിച്ചാൽ നിനക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന കാര്യം ന്യായപ്രമാണത്തിൽ കൂടി ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചതാണ്. അതാണ് നമ്മൾ വായിച്ചത്, നേരത്തെ നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിച്ചത്. അതുകൊണ്ട് നീതീകരണം വരുന്നില്ല, ന്യായപ്രമാണത്തിൽ നീതീകരണം വരുന്നില്ല, പാപത്തിൻ്റെ പരിജ്ഞാനം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ്. ഇത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് പൗലോസ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. അപ്പോഴേ എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാ ജാതികളും ശിക്ഷയ്ക്ക് യോഗ്യരാണ്. ദൈവം വെളിപ്പെടുത്തി, എന്നാൽ അവരെ അനുസരിച്ചില്ല. രണ്ടാമത് പറഞ്ഞത് എന്താണ്? എല്ലാ മോറൽ ജീവിക്കുന്ന, കോൺഷ്യൻസ് അനുസരിച്ച്, മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അവരും ദൈവത്തെ അറിഞ്ഞില്ല. മൂന്നാമത് പറഞ്ഞ യഹൂദന്മാർക്ക് അരുളപ്പാടൊക്കെ കിട്ടി, അവർ പരിച്ഛേദന ഉണ്ടായിരുന്നു, അവർക്ക് അരുളപ്പാടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. എന്നാൽ അവരും ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെട്ടില്ല, അവരും ശിക്ഷയ്ക്ക് യോഗ്യരാണ്. ഈ മൂന്ന് കൂട്ടരും ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് പറഞ്ഞിവിടെ തീർക്കുകയാണ്. ആദ്യത്തെ ഭാഗം കണ്ടംനേഷൻ എന്ന് പറയുന്ന ഇവിടെ അവസാനിക്കുകയാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വാക്യം 21-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണും. ആ 7 ഐറ്റം പറഞ്ഞത്, ആദ്യം സിൻ, 2 സാൽവേഷൻ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കണ്ടംനേഷൻ, രണ്ടാമത് പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ. ഈ ജസ്റ്റിഫിക്കേഷനാണ് ഇനി നമ്മൾ നാളെ തൊട്ട് നമ്മൾ ചിന്തിക്കുന്നത്. 3:20 വരെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? ഇന്നും മനുഷ്യൻ്റെ അവസ്ഥ ഈ പാപത്തിൽ ഇതുപോലെ തന്നെയാണ്. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഇന്നും അവരുടെ കാല് രക്തം ചൊരിയാനായിട്ട് ബന്ധപ്പെടുന്നു. ഇന്നും അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെയാണ്. നമ്മുടെ സഹോദരനോട് പരദൂഷണം പറയും, സ്ലോണ്ടർ പറഞ്ഞ്, വേണ്ടാത്ത പറഞ്ഞ് പരത്തിയും അവരോട് പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാതെ അവർക്ക് വേണ്ടി കുതികാല് വെട്ടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്നും ഉള്ളത്. നമുക്കറിയാമല്ലോ, സഭകൾ തമ്മിൽ കേസ് നടക്കുന്ന, വഴക്ക് നടക്കുന്നത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ സർക്കാർ, കേരള സർക്കാരും ഒക്കെ എത്ര ബുദ്ധിമുട്ടാണ് സുപ്രീം കോടതിയിലെ വിധി നടത്താനായിട്ട്. പള്ളികൾ അടയ്ക്കുന്നു, സെമിത്തേരികൾ അടയ്ക്കുന്നു, അന്യോന്യം വെട്ടും പോരും യേശുവിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നവർ നടത്തുന്ന കാര്യങ്ങളാണിതെല്ലാം. സഹോദരന് വേണ്ടി അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നും ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയണം. ദൈവഭയം നമ്മളിലുണ്ടാവണം. ദൈവസ്നേഹത്തിൽ നിറയണം. ഒരു കഴുകൻ്റെ 2 ചിറകുന്ന പോലെ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും നമ്മൾ വളരുന്നവരാകുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരണം. അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഇന്നത്തെ ചിന്ത നമുക്കെല്ലാം പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഡിവൈസ് ഇത് കിട്ടുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് കിട്ടും. ഇത് നിങ്ങളത് റെഗുലറായിട്ട് കാണണം. എന്തെങ്കിലും മിസ് ചെയ്തു പോയാൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണും. കാരണം നമ്മൾ റെഗുലറായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിൻ്റെ കീഴിലായിരുന്നു ഞങ്ങളെ, നീ വിടുവിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, അവകാശികളാക്കി തീർത്ത ഞങ്ങൾ ഓർത്ത സ്തോത്രം. എന്നാൽ ഇപ്പോഴും പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവമേ, അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നുള്ള രീതിയിൽ കർത്താവെ ജീവിക്കാതെ സമാധാന മാർഗം അന്വേഷിച്ച് കർത്താവെ നാശവും അരിഷ്ടതയും രക്തവും കയ്പും ശാപവും കർത്താവെ നാവ് കൊണ്ടുള്ള ചതിയും എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ നാമം, കർത്താവിനെ ഫോളോ ചെയ്യുന്ന വലിയ കൂട്ടങ്ങളാക്കി തീർക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഏതെങ്കിലും അവയവങ്ങൾ കേടുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കൈ അവയവത്തിലേക്ക് വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ വിശ്വാസത്തിൽ എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവമേ ഈ രാത്രിയിൽ വലിയൊരു വിടുതൽ കൊടുക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം അയച്ച് നീ സൗഖ്യമാക്കുന്നവർക്ക് സ്തോത്രം. എല്ലാ മാനസിക പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രോഗങ്ങളിൽ നിന്ന് നീ പൂർണ്ണമായിട്ട് വിടുവിക്കണമേ. കടബാധ്യതയിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളുള്ള ദുഃഖത്തിൽ നിന്ന് വിടുവിക്കണമേ. എല്ലാ ബാരനായിട്ടുള്ള ഓമ്പും ഫെർട്ടൈലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളെ ഏതൊക്കെ രീതിയിൽ നേരിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം വലിയ വിടുതൽ വരുന്നവർക്ക് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചിരുന്നവർ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ ആ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ സ്തോത്രത്തിന് വേണ്ടി അത് അറിയിച്ചാൽ നന്നായിരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.